ഫാൻ ബോയുടെ ഇതും പിന്നെ പടം വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ പടം വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഈ പറയുന്ന ഈ ആക്ഷൻ സീക്വൻസുകളും എല്ലാം കാണുമ്പോഴുള്ള ഒരു ക്രേസ്നെസ് ഉണ്ടല്ലോ. മമ്മൂട്ടി ഫൈറ്റ് ചെയ്യുന്നതും മമ്മൂക്ക ഫൈറ്റ് ചെയ്യുന്നതും ആക്ഷൻ പോകുന്ന രീതികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ പറയുന്ന ഒരു ഫാൻ ബോയാണ്, പക്ക ഫാൻ ബോയാണ്. മൂന്നാമത്തെ പടമാണ് മമ്മൂക്കയുടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അതിനകത്ത് മൂന്ന് ജോണറായിരുന്നു എൻ്റെ സിനിമകൾ, മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനകത്ത് ടർബോ ജോസ് എൻ്റെ കഥാപാത്രം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് മമ്മൂക്ക എങ്ങനെ അപ്രോച്ച് ചെയ്യും, ദെൻ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളിലുള്ള മമ്മൂക്കയുടെ രാജമാണിക്യം, ഹോക്കി രാജ, ഇതൊക്കെ നമ്മൾ കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം എന്നെ തുടക്കം തൊട്ട് അവസാനം വരെ അസാധാരണ രീതിയിൽ എൻ്റർടൈൻ ചെയ്ത സിനിമയാണിത്. പിന്നെ അതേപോലെ ഫാൻ ബോയ്ക്ക് ഏറ്റവും നല്ല കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റാണ് ഈ ഏജിലും മമ്മൂക്ക നമുക്ക് തന്നിട്ടുള്ളത്. ഈ പറഞ്ഞ മാതിരി ലാസ്റ്റ് 8 വർഷമായി ഞാൻ സിനിമ 23-ാം വയസ്സിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്തതാണ്. അത് എൻ്റെ 25-ാം വയസ്സിലാണ് മിന്നൽ മുരളി എന്ന് പറയുന്ന മൂവി എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് അത്രയും ഗ്രേസ് ചെയ്ത് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ആ പടത്തിന് പോലും എനിക്ക് കിട്ടാത്ത അപ്രീസിയേഷനാണ് മമ്മൂക്കയുടെ ഫിലിംസ് ഞാൻ വർക്ക് ചെയ്യുന്നതിന് ശേഷം എനിക്ക് കിട്ടിയത്. അതിനകത്ത് ഏറ്റവും ബ്രഹ്മയുഗം, ഇപ്പം നൻപകൽ നേരത്ത് മയക്കായിക്കോട്ടെ, ബ്രഹ്മയുഗം, ഇവൻ ടർബോ ആണ് എന്നെ ഇത്രയും അത് ഡിസൈനർ ഞാൻ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മമ്മൂക്ക തന്ന ചാൻസാണ്, കമ്പനി തന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഞാൻ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്തതിൽ എനിക്ക് ഇങ്ങനൊരു അത് ഞാനല്ലോ എല്ലാ ഡിസൈനേഴ്സിനും എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഈ ഡ്രസ് സെൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ട്? അയ്യോ, മമ്മൂക്കയുടെ ഇപ്പം ഞാൻ ഷാനിക്കയുടെ കൂടെ ഞാൻ കരിയറിൽ സ്റ്റാർട്ടിങ്ങിൽ ഫാഷൻ ഫോട്ടോഷൂട്ടിലാണ് ഞാൻ പറഞ്ഞത്. ഷാനിക്ക അന്നോട്ട് നമ്മൾ മമ്മൂക്കേനെ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാനിക്കയുടെ കൂടെയുള്ള ഡിസ്കഷനകത്ത് മമ്മൂക്ക യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ, അല്ലെങ്കിൽ മമ്മൂക്ക ഫാബ്രിക്കിനെ കുറിച്ചുള്ള അവയർനെസ്, അതേപോലെ അഭിജിത്തിൻ്റെ അടുത്ത് നമ്മളിത് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അഭി ചൂസ് ചെയ്യുന്ന ഫാബ്രിക്, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് എല്ലാം അറിയാം. ഈവൻ മമ്മൂക്ക കൺസിസ്റ്റിംഗ് ആയിട്ട് ഫാഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഏജിലും ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാഷൻ തരുന്ന ആളാണ്. അപ്പോൾ ഫാഷനകത്തും അദ്ദേഹത്തിൻ്റെ ചോയ്സസ് ഓഫ് ക്ലോത്തിങ്ങിനകത്തും സ്റ്റൈലിങ്ങിനകത്തൊക്കെ ഭയങ്കര കൺസേൺ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിന് നമുക്ക് ചോദ്യങ്ങൾ വരും, അതിന് നമ്മൾ ആൻസറുകൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മമ്മൂക്കനെ കണ്ടു ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ 3 പടത്തിൽ നിന്നും മമ്മൂക്കനെ അടുത്തറിയാവുന്നത് കൊണ്ടും പിന്നെ അഭിജിത്തിൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്രേസിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഏതാണ് ഫറോസിൻ്റെ ലൊക്കേഷനിൽ മമ്മൂക്ക പണ്ട് ലാലേൻ്റെ കല്യാണത്തിന് വെച്ചത്. അപ്പോൾ മമ്മൂക്കയുടെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് അഭിപ്രായമുണ്ട്, ഗ്ലാസുകളുടെ കളക്ഷൻസ്. അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഒരു ഫാൻ പോയി. അതിലുപരി ഡിസൈനർ എന്നുള്ള രീതിയിൽ ഞാൻ ക്രേസ് ആയിട്ട് കേട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഭയങ്കര രസമുള്ള, അല്ലെങ്കിൽ ഭയങ്കര ജഡ്ജ്മെൻ്റുള്ള, ഫാഷൻ ഭയങ്കര സെൻസുള്ള, ഇപ്പോഴത്തെ ഇത്രയും ഏജിനകത്തും അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിൽ വേറെ നടന്നിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാഷൻ ഇത്രയും രസകരമായിട്ട്. മമ്മൂക്ക ഇങ്ങോട്ട് സജഷൻസ് പറയാറുണ്ടോ? മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ബാക്കിയുടെ ക്യാരക്ടറുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന മാതിരി അഭിക്ക് സജഷൻസ് വരാണ്ട്, അഭി അതിനടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ആദ്യം നമ്മൾ കുർത്തിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഷർട്ട് പോകാമെന്ന് പറഞ്ഞതും ഷർട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ കിട്ടും. അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് സജഷൻസ് എന്തായാലും ഉണ്ടാവും അഭിക്ക്. അഭി അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. അഭി അത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇക്ക ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇക്ക ഏത് കഥാപാത്രം എടുത്താലും ആ കഥാപാത്രത്തിനെ ഇപ്പോൾ ഇക്കയുടെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ട് ഈ കോസ്റ്റ്യൂംസും മേക്കപ്പും ഇതൊക്കെയാണ് ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇക്ക ആ കഥാപാത്രത്തിനുള്ളിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ വേണം, ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇക്കയ്ക്ക് എന്തായാലും നല്ല ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനും അഭിയും ഈ പടത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് വെച്ചാൽ ഞാൻ എന്താ പറയുക 8 വർഷമായി ഫിലിമിൽ വന്നിട്ട്. എൻ്റെ 23-ാം വയസ്സിൽ ഇൻഡിപെൻഡൻ്റ് ആയ ആളാണ് ഞാൻ. അപ്പോൾ ആ കരിയറിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ഒരു കരിയർ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഒരു 8 വർഷത്തെ ജേണി ഉണ്ട്, ഒരു 30ഓളം സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ പോലും ഞാൻ പല സിനിമകൾക്ക് ഇവിടെ റിലീസിന് വന്ന് പോകാറുള്ളൂ. നോർമലായിട്ട് വന്ന് പോകും. ബട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഡിസൈനർ ടേബിൾ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് കിട്ടി. ഞാൻ അങ്ങനത്തെ ഇവൻറ്റുകൾ ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് അവാർഡ് മേടിക്കാൻ പോയ കോസ്റ്റ്യൂം ആയാലും ഇപ്പോൾ പറഞ്ഞാൽ അതും അൾട്ടിമേറ്റ് വേറൊരു കൈൻഡ് ഓഫ് അത് ഞാൻ പിണറായി സാറിൻ്റെ അടുത്ത് നിന്നാണ് മേടിച്ചത്. പിന്നെ തന്നെ സാറ് നോക്കണുണ്ട് വരെ എനിക്ക് വരെ എന്നുള്ളൊരു ഫീൽ. അപ്പം അങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോകണം, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. എനിക്ക് അങ്ങനെ ഒരു ഇവൻറ്റ് കിട്ടി കഴിഞ്ഞാലും ഏറ്റവും രസകരമായിട്ട് പോകാൻ ഇഷ്ടമുള്ള സ്റ്റൈൽ ചെയ്ത് പോകാൻ. അത് എൻ്റെ സ്റ്റൈൽ. ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിനെ ഫോളോ ചെയ്യാറുണ്ട്. ബട്ട് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ബ്രാൻഡിൻ്റെയൊക്കെ ഷർട്ടോ പാൻറ്റും മേടിച്ചിട്ടാണുള്ള ഫണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റെമ്യൂണറേഷനൊന്നും നമുക്ക് ഇല്ല. കാരണം നമ്മൾ അർമാനി, ഗുച്ചി ഇതൊക്കെ ഇടണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക. ബട്ട് അപ്പോൾ
ആസ് എ ഡിസൈനർ ഞാനൊരു ഡിസൈനറാണ്. ആ ഡിസൈനിങ് സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ തിങ്ക് ചെയ്യുന്ന സാധനങ്ങൾ അത് ഞാൻ കസ്റ്റമൈസ് ചെയ്യും. എനിക്കൊരു സ്റ്റോറുണ്ട് ഇവിടെ കലീജിയ എന്ന് പറയുന്ന കല്ലൂർ. അപ്പോൾ എൻ്റെ സ്റ്റോറിൽ തന്നെ അത് കസ്റ്റമൈസ് ചെയ്യും, ഞാൻ ഡിസൈൻ ചെയ്തിരിക്കും, ഞാൻ കുറേ സ്കെച്ചസ് എനിക്ക് തന്നെ വേണ്ടി വരയ്ക്കും. അതിനകത്ത് എനിക്ക് ഏറ്റവും ആപ്റ്റ് ആവുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുമെന്ന് തോന്നുന്നത് ഞാനിടും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു വെറുതെ ഒരു ടീഷർട്ടും പാൻറ്റും ഉണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടില്ല. കാരണം ഞാൻ ഇതിട്ട് വന്ന് ഓക്കെ. ഒരു പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമുക്കൊക്കെ എതിരായിട്ടൊക്കെ ചിലപ്പം താങ്കൾ എന്താണ് ജോലി ചെയ്യുന്നതെന്നും താങ്കളുടെ ഫീൽഡ് എന്താണെന്നും അറിയാത്തവർ ഒരുപക്ഷെ ഇത് ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആളെ ചിലപ്പം വരുമായിരിക്കാം. അല്ല, ചാൻസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടം അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മമ്മൂക്കയ്ക്കെതിരായിട്ട് സാധാരണഗതിയിൽ വിവാദങ്ങളൊന്നും ഉൾപ്പെടാതെ ഇത്രയും കാലം വന്ന മനുഷ്യർക്കെതിരായിട്ടും ഇപ്പോൾ വരുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ബേസിക്കലി എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, മമ്മൂക്കേൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ല, അതിനുള്ള ആളില്ല. ഇനി പറഞ്ഞാൽ എന്നെ കുറിച്ച് കമന്റ് കേൾക്കാറില്ല. ഈ പറഞ്ഞ മാതിരി ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് വരുന്ന സമയത്ത് ഒരു 1000 പേർക്ക്, ഞാൻ പറഞ്ഞ മാതിരി 1000 പേരിൽ 700 പേർക്കും ഇത് വർക്കാവില്ല. കാരണം അത് നോർമലി ഡ്രസ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നോർമൽ കടകളിൽ പോയി ഒരു ഷർട്ട് പാൻറ്റും മുണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനപ്പുറത്തേക്ക് ഫാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ബട്ട് അവരത് എന്റർടൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊരു വികൃതനായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഏലിയൻ ലുക്ക് അല്ലെങ്കിൽ മമ്മിഫൈഡ് ആണോ എന്ന് പറയുന്ന ലുക്കുകൾ, ആ സ്റ്റേറ്റ്മെന്റിന് ഞാൻ എടുക്കുന്ന രീതി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ടാണ് ഈ പറയുന്ന അർമാനി, ഗുച്ചി, മൈരിസി മാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഡിസൈനർ ഉണ്ട്. ആ ഡിസൈനറുടെ മറ്റേ ക്ലോത്ത്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് വേറെ ആണെന്ന് എനിക്ക് ആഗ്രഹമുള്ളതാണ്. അതേപോലെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. കാരണം അവരൊക്കെ ഏറ്റവും പ്രീമിയമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഡിസൈനേഴ്സാണ്. നമ്മളും ഫ്യൂച്ചറിലേക്ക് അങ്ങനെ പോകണമെന്നായിരിക്കും. എന്തായാലും ഇപ്പം ഇനി തുടർന്നുള്ള സിനിമകളിലും ഒത്തിരി ഭാഗമാക്കാൻ സാധിക്കട്ടെ. ഒത്തിരി വിജയങ്ങളുണ്ടാവട്ടെ. താങ്ക് യു.